ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കളക്ടർ അടുപ്പിച്ച് ലീവ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ സിസ്റ്ററും അവളെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്കപ്പോഴും ഉപ്പാൻ്റെ ഓട്ടോ തന്നെയായിരിക്കും അവരെ കളി. ഇതെൻ്റെ സിസ്റ്ററുടെ മോളാണ്. ആളെ ചോറ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ്. ലാസ്റ്റ് ഞാൻ ഒരു ചെടിയൊക്കെ പറിച്ച് കൊണ്ടുകൊടുത്തു, പക്ഷെ ആളൊരു തരത്തിൽ അടുക്കുന്നുണ്ടായിട്ടില്ല. ഇവരെ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ വെറുതെ പറഞ്ഞാലൊന്നും അവർ ഇറങ്ങില്ല. ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാന്ന് പറഞ്ഞപ്പോൾ ഓടി വരുന്നതാട്ടോ ഇത്. കഴിഞ്ഞ വെക്കേഷൻ എൻ്റെ ഏട്ടത്തി വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു പാനിപ്പൂരി കഴിക്കാൻ വല്ലാണ്ട് പൂതിയുണ്ടെന്ന്. അന്നേരം ഈ പൂരി ഉണ്ടാക്കുന്ന ഈ സാധനം കിട്ടാനില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായി. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ പാനിപ്പൂരി. അവർ എത്ര ഉണ്ടാക്കി കൊടുത്താലും ഓരത് കഴിച്ചോളും. ഞങ്ങൾ അങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ അതിൽ ഫ്ലോപ്പായി പോയ കുറച്ച് പൂരിയൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാനെടുത്ത് പെറുക്കി കഴിക്കുന്നുണ്ടായിന്. പിന്നെ ഞാൻ പാനിപ്പൂരിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, പൊട്ടറ്റോ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. നേരം കിട്ടുമ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ചെയ്ത് വെക്കും, പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അതിന് വേണ്ടി ചോപ്പും പച്ചയെല്ലാം വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ കാണുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കണമല്ലോ, സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പൂരി കട്ടുകൊണ്ട് പോകാൻ ആളിവിടെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഈ സാധനങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകാതെ അവരുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിന്. പിന്നെ എല്ലാവരും കുറേ നാളോട്ട് കിട്ടുന്നുണ്ട്, എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും പിന്നെ കഴിക്കാൻ കൂടി. കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ സാധനം കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ടായി. ആളായിട്ടുന്നൊരു പൂരിയും കൊണ്ടുപോയിട്ട് മൂലയ്ക്ക് എൻ്റെ കുറേ നേരമായിട്ട് തിന്നതാണ്. അങ്ങനെ അവിടെ എൻ്റെ സുഖം കിട്ടുന്നില്ല എന്നുണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ഞങ്ങളെ വിരലോണ്ട് കുത്തിപ്പൊട്ടിക്കുന്നിട്ട് അതുപോലെ കുത്തിപ്പൊട്ടിക്കാൻ നോക്കുകയാണ് ആൾ. ഈ സാധനം ഉണ്ടാക്കാനും അതുപോലെ കഴിക്കാനും വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ ഈ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വൃത്തിയാക്കലാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. കുറേ കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ വായാകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിക്കേക്കുള്ള ബിരിയാണി വെക്കാനുള്ള പണിയാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ടൈം കിട്ടുമ്പോൾ ഓരോന്നോരോന്ന് ചെയ്ത് വെക്കണം. ബയ്യ അങ്ങോട്ടേക്ക് ഒരു സമയമുണ്ട്. എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ട് ഒന്ന് വെറുതെ ഇരിക്കാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഉള്ളി എരിയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ മസാലയിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ അരച്ചിട്ട് ചേർക്കും. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ആട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായി. എന്നിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായി. അടുത്തതിൻ്റെ കൂടെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കൂടലിന് എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കൊന്ന് വീട് കാണണം എന്ന് പറഞ്ഞിട്ട് കൂടെ പോയതാണ്. ഇതാണ് എൻ്റെ ഏട്ടത്തി. അപ്പോൾ വീടൊക്കെ കണ്ടു വന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് തന്നെ കടന്നു. നേരത്തെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാം വന്നിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട്. കാരണം ഞാൻ കുക്കറിലാണ് കേട്ടോ മസാല ഉണ്ടാക്കൽ. കാരണം ഏറ്റവും എളുപ്പമായി അത് തന്നെയാണ്. നമ്മൾ കുറേ നേരം നിന്നിട്ട് മസാല ഇങ്ങനെ വാട്ടിയെടുക്കലുണ്ടല്ലോ, അത് ഭയങ്കര കഷ്ടമാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ തന്നെയാട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ എല്ലാം കുക്കറിലേക്ക് ഇട്ട് പിന്നെ നേരത്തെ അരച്ച് വെച്ച സാധനം ഉണ്ടല്ലോ അതും കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ടായി. പിന്നെ കൈകൊണ്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അധികം വീട്ടിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കാറാണ് പതിവ്. കാരണം ഉപ്പാക്കെല്ലാം ബീഫാണ് ഇഷ്ടം, ചിക്കൻ അധികം അങ്ങോട്ട് കൂട്ടൂല. അതുകൊണ്ട് പിന്നെ ബീഫാണ് അധികം ഉണ്ടാക്കാറ്. ഇന്ന് പിന്നെ ചിക്കൻ കിട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പൊരിച്ചിട്ടാട്ടോ ഞാൻ മസാല ഇടാറ്. അപ്പോൾ ചിക്കന് മസാലയൊക്കെ തേച്ച് വെച്ച് അപ്പുറത്ത് മസാല ആകുമ്പോൾ തന്നെ ഇപ്പുറത്ത് ചിക്കന് ഫ്രൈ ചെയ്ത് വെക്കാമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്യാനിട്ടും. അപ്പോഴത്തേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വേഗം പോയിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്തു. നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെയും ഞാൻ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ മസാലയെല്ലാം ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേറെ ചെമ്പിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. ഇതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, ഉള്ളിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വെറ്റി വരണം. അപ്പോൾ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. കുട്ടീസ് ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. ഇവരൊന്ന് അടക്കിയിരുത്തണമെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അവരങ്ങോട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായി. ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നിറച്ച് കുറ്റിയുള്ളതുകൊണ്ട് അങ്ങനെ ഗ്യാസൊക്കെ വേഗം തന്നെ ഫിറ്റ് ചെയ്ത്. അപ്പോൾ എൻ്റെ മസാലയെല്ലാം ഏകദേശം സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സിലിണ്ടർ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുപ്പ് കത്തുന്നുണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ ഇനി ദമ്മിടേണ്ട പരിപാടിയാണ്.
ഞാൻ അധികം ദമ്മ് ഇടുമ്പോൾ ഇങ്ങനെ ലെയറായിട്ടാണ് ഇടല്. അടിയിലെ മസാല പിന്നെ ചോറ് പിന്നെയും മസാല പിന്നെയും ചോറ് ആ ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മളെ ചോറിന് ആ ഒരു മസാലയുടെ ടേസ്റ്റും കൂടി കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാകും ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ ആയിട്ടുണ്ടാകും. പെട്ടെന്ന് തന്നെ ബിരിയാണി ആക്കിയിട്ട് കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. പക്ഷേ ആക്കി വന്നപ്പോൾ 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഗ്യാസും കഴിഞ്ഞു, അതിനിടയ്ക്ക് അടുപ്പും കത്തുന്നുണ്ടായിട്ടില്ല. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ ദമ്മൊക്കെ ഇട്ട് നേരെ അടുപ്പത്തോട്ട് കയറ്റി ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ കുട്ടീസ് ഇവിടെ ഫോണും കൊണ്ട് ഒരേ ഇരിപ്പാണ്. അങ്ങനെ കുറേ നേരം കിച്ചണിൽ നിന്ന് ഇറങ്ങി കളിച്ചതല്ലേ, അങ്ങനെ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടായി. അപ്പോഴത്തേക്ക് നല്ല ചൂട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറയാലോ അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ചിക്കൻ ബിരിയാണി ഇതുവരെ വെച്ചതിൽ ഏറ്റവും ബെസ്റ്റായിരുന്നു എന്ന് തന്നെ പറയാം. അത്രക്കും ടേസ്റ്റ് ഉണ്ടായിന്. വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ സാധാ അത്ര കഴിക്കില്ലെന്ന് ഞാൻ നല്ലപോലെ കഴിച്ചിട്ടുണ്ടായി. അങ്ങനെ ഫ്രഷായി കിടക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.